റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി നീട്ടി നൽകി അമേരിക്ക. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ആശ്വാസം. ഇളവ് മെയ് 16 വരെ നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ആഗോള എണ്ണ വിതരണത്തിലുണ്ടായ കുറവ് പരിഹരിക്കാനും വിലക്കയറ്റം തടയാനും റഷ്യൻ എണ്ണ വിപണിയിലെത്തുന്നത് സഹായകമാകുമെന്ന് വിലയിരുത്തൽ. ഹോർമുസ് പാത തുറന്നുകൊടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറി ഇറാൻ. നീക്കം ഇറാനുമേലുള്ള US ഉപരോധം തുടരുന്നത് കണക്കിലെടുത്ത്. US ഇറാൻ രണ്ടാംഘട്ട സമാധാന ചർച്ച തിങ്കളാഴ്ച പാകിസ്ഥാനിൽ നടക്കുമെന്ന് റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് വൈകാതെ എത്തിച്ചേരുമെന്ന് ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബുധനാഴ്ചയ്ക്കുള്ളിൽ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കും. സൈനിക നടപടികളിലേക്ക് മടങ്ങുമെന്നും മുന്നറിയിപ്പ്. യാത്രാ വരുമാനത്തിൽ ഉൾപ്പെടെ വൻ വർധനയുമായി ദക്ഷിണ റെയിൽവേ രാജ്യത്ത് ഒന്നാമത്. 2025-26 സാമ്പത്തിക വർഷം ദക്ഷിണ റെയിൽവേ നേടിയത് 8271.47 കോടി രൂപ വരുമാനം. ഒരു വർഷം കൊണ്ട് 9.8% വർധനയുണ്ടായെന്ന് റിപ്പോർട്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 600 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന് 1,14,240 രൂപ. 1 ഗ്രാം സ്വർണത്തിന് 75 രൂപ വർദ്ധിച്ച് 14,280 രൂപയിലെത്തി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 11,735 രൂപയും പവൻ 520 രൂപ കൂടി 93,880 രൂപയുമായി. വെള്ളി ഗ്രാമിന് 275 രൂപയിൽ വ്യാപാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.